നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ ഈ ജീവിതം കണ്ടിട്ട് അവൾക്ക് സഹിക്കുന്നില്ല. അത് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷയാ. അവളത് അനുഭവിക്കണം. എന്റെ മീനാക്ഷിയെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിയട്ടെ. ഞാൻ ഇത്രയും നാളും എല്ലാം സഹിച്ച് ഇവിടെ നിന്നത് എന്റെ മീനാക്ഷിക്ക് വേണ്ടിയാ. അവളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. മാധവ മന്ദിരത്തിലെ കുട്ടിയായി അവൾ എന്നോടൊപ്പം അവിടെ താമസിക്കണം. അതിനു വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. അതിനിടയ്ക്ക് നീയും മൈഥിലിയും കൂടി ഓരോന്ന് ഒപ്പിച്ചു വെച്ചാ ഇന്ദ്രജയുടെ സ്വഭാവം മാറുവേ. എന്റെ ഇന്ദ്രജി, ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് മീനാക്ഷിയെ കൊണ്ടുവന്ന് ചേച്ചിയെ ഏൽപ്പിക്കാന്നാണ്. പക്ഷേ ആ ഒരു ശ്രമത്തിനിടയിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. ക്ഷമിക്കണം. നീ സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. മീനാക്ഷിയെ സ്വന്തമാക്കുന്നതിനോടൊപ്പം കോടികൾ വിലമതിപ്പുള്ള ആ വജ്രവാളും എനിക്ക് സ്വന്തമാക്കണം. അതിനാ നീയും മൈഥിലിയും കൂടി എന്നെ സഹായിക്കേണ്ടത്. ഞങ്ങൾ ഇന്ദ്രജിയുടെ കൂടെയുണ്ട്. അടുത്ത പണി നമ്മൾ ആരംഭിക്കുന്നത് നന്ദിനിയിൽ നിന്നും രാജലക്ഷ്മിയിൽ നിന്നുമാണ്. നെടും തൂണ് വീണാലേ ചെമ്പകമംഗലം തകരും. പറയേച്ചി. ഇതെന്തായാലും സൂപ്പർ ഐഡിയ. അവള് പറഞ്ഞതിന് തക്ക മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അവൾ ഇമോഷണലായി പറഞ്ഞ് അങ്ങ് ഷൈൻ ചെയ്യുമല്ലായിരുന്നോ? അവൾക്കെതിരെ നിരത്താൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. തെളിവുകളില്ലാത്തപ്പോ അവളുടെ നേരെ കുറ്റം ആരോപിക്കരുതായിരുന്നു. നിങ്ങൾ ഇപ്പോഴും അവളെ ന്യായീകരിക്കാൻ ഒരുങ്ങാണോ? ന്യായീകരിക്കാൻ ഒരുങ്ങല്ലായിരുന്നു മീനാക്ഷി. അവള് രാത്രിയിൽ പോയ കാര്യം ഇവിടെ പറയണ്ടായിരുന്നു. അതാ എല്ലാവർക്കും ദേഷ്യം കൂടിയത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ ആ സംശയം. അവളെ മാത്രം സംശയം. കാരണം അവളുടെ ലക്ഷ്യം വേറെയാ. ഒരു പോലീസ് ഓഫീസറായ കാർത്തിയേട്ടന് അത് മനസ്സിലാവാത്തതാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാനാണ് അവളുടെ ടാർഗറ്റ്. എന്നെ അവൾക്ക് കൊല്ലണം. മീനാക്ഷി, നീ എന്താ ഈ പറയുന്നത്? നിന്നെ തൊടാനോ നിന്റെ നേരെ വരാനോ ഉള്ള ധൈര്യം അവർക്കില്ല. കുഞ്ഞിന് പാല് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അവളോടൊരൽപ്പം മയത്തിൽ സംസാരിക്കുന്നത്. മാത്രമല്ല, ആ ഡിവോഴ്സ് കൂടി കഴിയണം. ഡിവോഴ്സിന്റെ കാര്യത്തിലൊന്നും കാർത്തിയേട്ടൻ പേടിക്കണ്ട. അവൾ ഉടക്കിയാലേ അവള് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ കാര്യം മാത്രം കോടതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. ആ നിമിഷം ജഡ്ജി ഡിവോഴ്സിന് ഉത്തരവിടും. എന്തായാലും കുഞ്ഞിന്റെ പാല് കുടിക്ക് ഡോക്ടർ പറഞ്ഞ സമയം കഴിഞ്ഞ ആ നിമിഷം അവളെ പുറത്താക്കിയിരിക്കണം. അതെന്തായാലും അങ്ങനെ തന്നെ. എന്റെ മീനാക്ഷി സമാധാനായിട്ടിരിക്കുക.
അവള് ചെമ്പകമംഗലത്ത് നിൽക്കുമ്പോ ഇവിടെ ഉള്ള എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കും. അത്രയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ അവളുടേത്. നമ്മുടെ ഈ ജീവിതം കണ്ടിട്ട് അവൾക്ക് സഹിക്കുന്നില്ല. അത് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷ. അവളത് അനുഭവിക്കണം. എന്റെ മീനാക്ഷിയെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവള് തിരിച്ചറിയട്ടെ. മൈഥിലി, ഞാൻ അങ്ങോട്ട് വിളിക്കാത്തത് നിന്റെ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയാത്തോണ്ടാ. നീ ഇങ്ങോട്ടൊന്നും വിളിച്ചേക്കരുത്. ഇവിടെ ആകെ പ്രശ്നമായിരിക്കും. എന്ത് പ്രശ്നം? ഞാൻ രഹസ്യമായിട്ട് വെച്ചിരുന്ന ആ രണ്ടാമത്തെ ഫോണില്ലേ, അതാ നന്ദിനി കണ്ടുപിടിച്ചു. പിന്നെ ബുദ്ധിമോശം സംഭവിച്ചത് നമുക്കാടാ. ആ പൂപ്പാണ്ടി ഗസ്റ്റ് ഹൗസിലെ ഓപ്പറേഷൻ പാളിപ്പോയി. അക്കാര്യത്തിൽ എല്ലാവരും എന്നെ സംശയത്തോടെ നോക്കുക. മാത്രമല്ല, നീയും ഞാനും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നും ഇതിന്റെ ഒക്കെ പിന്നിൽ നീയാണെന്നും അവര് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുക. അത് ആപത്താണല്ലോ. ഇവിടെ എല്ലാരും എരച്ചോണ്ട് എന്റെ നേരെ വരിക. ആ രാജലക്ഷ്മി അമ്മ എന്റെ കരണത്തടിച്ചു പല തവണ. അവരൊരു പാഠം പഠിപ്പിക്കണം. അതിനുള്ളൊരു പണി ഞാനും ഇന്ദ്രേച്ചിയും കൂടെ കണ്ടുവച്ചിട്ടുണ്ട്. ഈ രാജലക്ഷ്മിയുടെ അച്ഛന്റെ ആണ്ടുബലിയല്ലേ അടുത്ത ദിവസം? ആ, ഇവിടെ പറയുന്ന കേട്ടു. അതിന്റെ പൂജയൊക്കെ അവിടത്തെ പൂജാമുറിയില് പൂക്കൾ വെച്ചല്ലേ നടത്തുന്നത്? ആ, പൂക്കളില്ലാതെ പൂജ നടക്കില്ലല്ലോ. വിശേഷാൽ പൂജയ്ക്ക് പുറത്തുനിന്ന് പൂക്കൾ വാങ്ങാറുണ്ട്. എന്നാ പിന്നെ നീ ഒട്ടും പേടിക്കണ്ട, സന്തോഷമായിട്ടിരുന്നു. ഇന്ദ്രേച്ചി ഞാനും കൂടി ഒരു ഉഗ്രൻ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുക. അതനുസരിച്ച് ഈ പൂജയുടെ ദിവസം അവിടെ ഒറിജിനലായ ഒരു മൂർഖം പാമ്പ് പത്തി വിടർത്തും. രാജലക്ഷ്മി അമ്മ പാമ്പ് കടിയേറ്റും മരിക്കും. നന്നായി. നേരാണോ ഇതൊക്കെ? നേര്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.